പി.കെ. ബഷീറിനെ പോലെ, കെ.പി.എ. മജീദിനെ പോലെ, എൻ ഷംസുദ്ദീനെ പോലെ, മഞ്ഞളാംകുടി അലിയെ പോലെ വളരെ പരിണിതപ്രജ്ഞരായ ആൾക്കാരാണ്. അവരെയൊക്കെ ഒരു മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ലെന്ന് തോന്നുന്നു. കേരളത്തിൽ വടക്കും തെക്കും നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടുകൂടി UDF വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അർഹതപ്പെട്ട സീറ്റ് ഞങ്ങൾക്ക് വേണ്ടി വരുമല്ലോ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് മലപ്പുറത്ത് സീറ്റ് കോളേജിന് വേണ്ടി അപേക്ഷിച്ചോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകൻ ഇന്ന് അദ്ദേഹം തീവ്രവാദിയാണ്, മുസ്ലിം ലീഗിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരത്തിന് ഒരു കാര്യം അതാണ്, ഇത്തരത്തിലുള്ള ആളുകളെ എന്തിന് ഗവൺമെൻറ് കൂട്ടിപ്പിടിച്ച് പോകണം എന്നതിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. മുസ്ലിം സമുദായത്തിനുള്ള അവാന്തര വിഭാഗങ്ങൾ, അവർ തമ്മിലുള്ള തർക്കങ്ങൾ, അത് ലീഗിനെ ബാധിക്കാറുണ്ടോ? ശരി, കന്യാകുമാരി വെച്ചാൽ രണ്ടും കൂടി ഓടി എത്തൂലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ആദ്യം ഞാൻ പറഞ്ഞതാണ്, അന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. മലപ്പുറത്ത് വരുമ്പോൾ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു, മലപ്പുറത്ത് വന്നപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുന്നി വിഭാഗത്തെ അവരുടെ നേതൃത്വം കൊടുക്കേണ്ടി വരുന്നു, മറ്റൊരു വിഭാഗത്തെ എല്ലാ മുസ്ലിം സമുദായത്തെയും ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നു. പ്രതിപക്ഷ നേതാവ് വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സീനിയറായ ആൾക്കാർ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലൊക്കെ ഉണ്ട്. കോൺഗ്രസിന് പ്രാപ്തമായ ഹൈക്കമാൻഡ് ഉണ്ടല്ലോ, ലീഗിനൊരു അഭിപ്രായം ഉണ്ടാവില്ല, അതപ്പോൾ പറയാന്നുള്ളതാണ്. അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന അകൽച്ചയും വിദ്വേഷവും. പല സീറ്റുകൾ PV അൻവറിന് പറയുന്നത്, പക്ഷേ കേൾക്കുന്നതൊക്കെ കോൺഗ്രസിൻ്റെ സീറ്റുകളാണ്. അതെങ്ങനെ കൊടുക്കാനാണ്? കോൺഗ്രസ് സറണ്ടർ ചെയ്യുകയാണോ അല്ലെങ്കിൽ ലീഗ് ആണ് കൂടുതലായി PV അൻവറിനെ മുന്നണിയിലെടുക്കാൻ താല്പര്യം കാണിച്ചെന്ന് പറയുന്നു? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പദമൊന്നും വേണ്ട, അവിടെ അധികാരത്തിൽ വരും, മന്ത്രിസ്ഥാനം കിട്ടേണ്ടി വരും. വേഗത്തിൽ പൂർത്തിയാക്കിയാൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ ഗോതയിലേക്ക് ഇറങ്ങാം. രാജ്യം വർഗീയ ഫാസിസത്തിനെതിരെ ജനാധിപത്യപരമായിട്ട് ഇപ്പോൾ നമുക്ക് മുന്നേറണമെങ്കിൽ ഒരു ദളിത് ന്യൂനപക്ഷ പിന്നോക്ക ഐക്യം ഇവിടെ നിലവിൽ വരണം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് എനിക്കൊപ്പം. നമസ്കാരം. നമസ്കാരം. UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ആത്മവിശ്വാസം UDF ആകെയുണ്ട്, ലീഗിന് കുറച്ചധികം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ പ്രവർത്തകരോടൊക്കെ അഹങ്കരിക്കരുതെന്നുള്ളതിന് കഴിഞ്ഞ ദിവസം തങ്ങളൊരു കാര്യം പറഞ്ഞു. നമ്മൾ ഓട്ട മത്സരത്തിലല്ല ജയിച്ചത് തെരഞ്ഞെടുപ്പിലാണെന്നുള്ള ബോധ്യം ഉണ്ടാവണമെന്നില്ല. കാരണം ആൻറ്റി ഇൻകംബൻസിയാണ് UDFൻ്റെ ഒരു ശക്തിയായി മാറിയത്. ഇനി അത് തിരിച്ചടിയാവാതിരിക്കാൻ അഹങ്കാരം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. എത്രത്തോളം എത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ UDFൽ? ഞങ്ങളിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് വാസ്തവത്തിൽ തിരുത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ തിരുത്തല പഞ്ചായത്തിലേക്കും അസംബ്ലിയിലേക്കും ഉള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം അത്ര നല്ലൊരു ആത്മവിശ്വാസം നൽകിയ ഫലമായിരുന്നു. പിന്നെ മാത്രമല്ല UDFനൊക്കെ ഒറ്റക്കെട്ടായിട്ട് അതിൽ കാഴ്ച വെക്കുവാനും കഴിഞ്ഞു. അപ്പോൾ അന്ന് തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസ്സൊക്കെ ഉൾക്കൊള്ളുന്ന UDF ഇതിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മുന്നൊരുക്കമായി കണ്ടു. അതിനടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. വോട്ടർമാരെ ചേർക്കുന്ന കാര്യം, അതുപോലെ തന്നെ പഞ്ചായത്ത് മണ്ഡലം തലങ്ങളിൽ കൺവെൻഷനുകൾ കൂടുക, പ്രവർത്തകന്മാരെ സജ്ജരാക്കുക, ഈ കാര്യത്തിലൊക്കെ മുൻകൂട്ടി ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുന്നണിക്കകത്ത് സീറ്റ് ചർച്ചകൾ എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു ഈ മാസം 10-ാം തീയതിക്കകം ധാരണ പൂർത്തിയാക്കും എന്നുള്ളത്. കൂടുതൽ സീറ്റുകളൊക്കെ ചോദിച്ച് ഉള്ള ആ രീതിയിലേക്ക് പോവോ കാര്യങ്ങൾ? അല്ല, അർഹതപ്പെട്ട സീറ്റ് ഞങ്ങൾക്ക് വേണ്ടി വരുമല്ലോ. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ മത്സരിക്കുന്ന സീറ്റുകളുണ്ട്. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം മനസ്സിലാക്കുമ്പോൾ മുസ്ലിം ലീഗ് കുറച്ചുകൂടി മത്സരിക്കാനുള്ള അർഹതയൊക്കെ ഉണ്ട്. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. കോൺഗ്രസ് നമ്മൾ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ആ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ട് ആണ് തീരുമാനത്തിലെത്തുക. ഒപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഭാരവാഹി യോഗത്തിലൊക്കെ ഒരു ജയസാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണേണ്ടതെന്ന് മീറ്റിങ്ങിൽ ആകെ ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ജയസാധ്യത ഇല്ലാത്ത കുറേ സീറ്റുകളുണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായി ലീഗ് തോറ്റുകൊണ്ടിരിക്കുന്ന തിരുവമ്പാടി സീറ്റ്, കുന്നമംഗലം, അതുപോലെ കോങ്ങാട് സീറ്റ്, പേരാമ്പ്ര, ഈ സീറ്റുകളിലൊക്കെ എന്തെങ്കിലും ഒരു വെച്ചുമാറലൊക്കെ നടത്തി കൂടുതൽ ജയസാധ്യതയുള്ളവർക്ക് വിട്ടുകൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു നീക്കം നടക്കും. അല്ല, ജയസാധ്യത എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഇലക്ഷനിൽ വരുന്ന അതാത് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകുമ്പോൾ ഇപ്പോൾ നേരത്തെ ഞങ്ങൾ മത്സരിച്ച സീറ്റുകളുണ്ട്. ആ സീറ്റുകളിൽ പിന്നെ പലതിലും ഇപ്പോൾ ഈ തിരുത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നല്ല ഫലം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവമ്പാടി നല്ല ഫലം ഉണ്ടായി, പേരാമ്പ്രയിൽ അവിടെ വലിയൊരു മാറ്റം ഉണ്ടായി. അവിടെ പഞ്ചായത്തുകളെല്ലാം UDFൽ പിന്നിൽ വന്നു. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഫലത്തിനനുസരിച്ച് രീതിയിലുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാവുക. വെച്ചുമാറൽ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതൊക്കെ ഗുരുവായൂർ സീറ്റ് മാറണമെന്ന് അവിടുത്തെ ജില്ലാ കമ്മിറ്റിക്കൊക്കെ ആഗ്രഹമുണ്ട്. ഇല്ലില്ല, അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ ഒക്കെ വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള സീറ്റുകൾ അതൊക്കെ നിലനിർത്താൻ തന്നെയാണ് ലീഗ് ആഗ്രഹിക്കുന്നത്. നിലവിലുള്ള സീറ്റ് നിലനിർത്തിക്കൊണ്ട് അർഹതപ്പെട്ട സീറ്റുകളിലേക്ക് കൂടി ഞങ്ങളെ ആവശ്യം. രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി നിർണയമാണല്ലോ. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ടേമിൽ ഭരണമില്ല, പക്ഷെ നല്ല മികച്ച നേതാക്കന്മാർ MLA മാരായിട്ടുണ്ടായിരുന്നു. അവർ പക്ഷേ 3 ടേമൊക്കെ പൂർത്തിയാക്കുന്നവരുണ്ട്.
അപ്പോൾ പാർട്ടിയുടെ പരമ്പരാഗത രീതി അനുസരിച്ച് അവർ മാറി നിൽക്കണം. പക്ഷേ ഒരു അവസരം കൂടി കൊടുത്ത് പാർട്ടി ഭരണത്തിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു അവസരം കൂടി കൊടുക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അതിനകത്ത്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ MLA-മാരുടെ കാര്യത്തിൽ നമ്മൾ 3 ടേം നിർബന്ധമാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ അതേ അവസരത്തിൽ ചില മണ്ഡലങ്ങളിൽ നമുക്ക് മാറ്റേണ്ടി വരും ചില ആളുകളെ. കാരണം പുതിയ ആളുകൾ എങ്ങനെയായാലും വരണമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ ഞങ്ങൾ ജയിപ്പിച്ച MLA-മാരൊക്കെ തന്നെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ ഭരണമുന്നണിയുടെ ഭാഗമായിരുന്നില്ല കഴിഞ്ഞ 5 വർഷം. പക്ഷേ എന്നാലും മുസ്ലിം ലീഗ് MLA-മാരുടെ മണ്ഡലങ്ങളിലൊക്കെ നല്ല പുരോഗതിയും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അത് MLA-മാരുടെ മികവാണ്. അപ്പോൾ അതൊക്കെ പാർട്ടി അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ കാര്യങ്ങളൊക്കെ വിലയിരുത്തുക. ഇപ്പോൾ മുനീർ സാഹിബിൻ്റെയും കുഞ്ഞാഴി സാഹിബിൻ്റെ കാര്യത്തിലൊന്നും നമുക്കൊരു തർക്കം വരേണ്ട ആവശ്യമില്ല. പക്ഷേ കുറച്ച് നേതാക്കന്മാർ മലപ്പുറത്ത് നമ്മൾ PK ബഷീറിനെ പോലെ, KP മജീദിനെ പോലെ, N ഷംസുദ്ദീനെ പോലെ, മഞ്ഞളാംകുടി അലിയെ പോലെ വളരെ പരിണിതപ്രജ്ഞരായ ആൾക്കാരാണ്. അവരെയൊക്കെ ഒരു മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ പറഞ്ഞ ആളുകളെ മാറ്റിയാൽ പിന്നെ മത്സരിക്കാൻ ആൾ കിട്ടില്ല. അതിൻ്റെ ആ ചർച്ച വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഗ് എപ്പോഴും യുവാക്കൾക്ക് എപ്പോഴും ഒരു അനുവാദം കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവരെ മാറ്റി നിർത്താനും പറ്റാത്തൊരവസ്ഥ, യുവാക്കളെ കയറ്റാനും പറ്റാത്ത സാഹചര്യം വരും. അതൊക്കെ ഇപ്പോൾ തിരുത്തല പഞ്ചായത്തിൽ ഞങ്ങൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി. ഒരുപാട് യുവാക്കൾ, ചെറുപ്പക്കാർ നമുക്ക് ജയിപ്പിച്ചെടുക്കുവാനും കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഇനിയിപ്പോൾ ആ സമയം വരുമ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ അപ്പോൾ തീരുമാനിക്കും. യുവാക്കൾക്കൊരു പ്രാതിനിധ്യം എത്രത്തോളം നമ്മൾ കൊടുക്കാൻ പറ്റുന്നതാണ്? അത് ഇത്ര ശതമാനമൊന്നും നമ്മളിപ്പോൾ പറയണ്ട. യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവും. വനിതകൾക്കും കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് വനിതയ്ക്ക് കൊടുത്തിരുന്നത്. അതെ, വനിതകൾക്കും ലീഗ് പ്രാതിനിധ്യം കൊടുക്കേണ്ടി വരുമല്ലോ. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളവർക്ക് മറ്റു പാർട്ടികൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കും ആ ഒരു മാനദണ്ഡത്തിൽ കൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒന്നിലധികം സീറ്റുകളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും വനിതകൾ. അല്ല, ഞങ്ങൾക്ക് മൊത്തം കിട്ടുന്ന സീറ്റ് ആലോചിക്കട്ടെ. എന്നിട്ട് അതിനനുസരിച്ചൊരു അനുവാദം എന്തായാലും കൊടുക്കുന്നുള്ളത്. അല്ല, അങ്ങനെയില്ല. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വടക്കും തെക്കും നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടുകൂടി UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലബാറിലാണെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ മേഖലകളിലൊക്കെ. തെക്കൻ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം, ഇടുക്കി, എറണാകുളം. എന്തുകൊണ്ടായിരിക്കും ഈ ന്യൂനപക്ഷങ്ങൾ പൊതുവെ UDF-ൽ വിശ്വാസം അർപ്പിക്കാനുള്ളൊരു കാരണം? അതായത് ഇപ്പോൾ കേരളത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും ഇതിപ്പോൾ കേരളത്തിൻ്റെ മാത്രം വിഷയമായിട്ടല്ല ആളുകൾ കാണുന്നത്. അപ്പോൾ രാജ്യത്തെ മൊത്തത്തിൽ അവർ വിലയിരുത്തുന്നുണ്ട്. രാജ്യത്ത് മൊത്തത്തിൽ നടക്കുന്ന സംഭവഗതികളെ പ്രത്യേകിച്ച് പഠിക്കുന്നവരാണല്ലോ മലയാളികൾ. നമ്മൾ പ്രബുദ്ധരാണ്, നമ്മൾ വായിച്ചറിവുള്ളവരാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മീഡിയ പ്രസൻസൊക്കെ വളരെ അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ സമൂഹം. അപ്പോൾ അതുകൊണ്ട് ദേശീയ തലത്തിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം അനിവാര്യമാണ് എന്ന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചിന്തിക്കുന്നത്. മുസ്ലിം, ക്രൈസ്തവ ന്യൂനപക്ഷ സമൂഹങ്ങൾ, അതുപോലെ തന്നെ പിന്നോക്ക സമൂഹങ്ങൾ, ദളിത് സമൂഹം, ഇവരൊക്കെ തന്നെ അത് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു ഐക്യമാണ് ഇപ്പോൾ നമുക്ക് തിരുത്തല പഞ്ചായത്തിൽ UDF-ന് ഗുണകരമായി വന്നിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഇന്നും നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകനെയാണ് തീവ്രവാദി എന്ന് വിളിച്ചുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് മലപ്പുറത്ത് സീറ്റ് കോളേജിന് വേണ്ടി അപേക്ഷിച്ചോ എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകൻ ഇന്ന് അദ്ദേഹം തീവ്രവാദിയാണ്, മുസ്ലിം ലീഗിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയാണ് അദ്ദേഹം. അത് ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ അയാളുടെ കാര്യത്തിൽ മറുപടി പറയല്ല. പക്ഷേ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്തിന് മുമ്പ് തന്നെ മൂപ്പര് ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ തീരെ ഏശിയില്ല. അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായങ്ങൾ ഇവിടെ ഏശിയിട്ടില്ല. ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞതാണ്. സർക്കാർ അദ്ദേഹത്തെ കൂടെ നിർത്തുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിനും അദ്ദേഹത്തെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല. അതിപ്പോൾ അവരുടെ രാഷ്ട്രീയമല്ലേ. പക്ഷേ അത് കേരളത്തിലെ ജനങ്ങളത് ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗം. അതാണ് ഭരണവിരുദ്ധ വികാരത്തിന് ഒരു കാര്യം അതാണ്. ഇത്തരത്തിലുള്ള ആളുകളെ എന്തിന് ഗവൺമെൻറ് കൂട്ടിപ്പിടിച്ച് പോകണം എന്നതിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ പറ്റിയത്. ഇപ്പോൾ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശ പോരാട്ടമാണ് പ്രധാനമായിട്ടും. അപ്പോൾ അതിൽ മുഴുവൻ മുസ്ലിം സമുദായത്തെയും കൂടെ നിർത്തുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത്. ആ ദൗത്യത്തിന് നിലവിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? മുസ്ലിം ലീഗ് കോമൺ പ്ലാറ്റ്ഫോമാണ്. മുസ്ലിം ലീഗ് ന്യൂനപക്ഷ പാർട്ടിയാണല്ലോ. ഇന്ത്യയിൽ അതിനുള്ള അവകാശമുണ്ട്. ഇന്ത്യയിൽ അതിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ഓരോ വിഭാഗത്തിനും അവരുടേതായ രാഷ്ട്രീയ അസ്തിത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗ് അത് തന്നെയാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഒരു പൊതു പ്ലാറ്റ്ഫോമായിട്ടാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളവർക്ക് മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗത്തിനും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗ് എല്ലാവരെയും കൂടെ കൂട്ടും. അവരുടെയൊക്കെ പിന്തുണയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ മുസ്ലിം സമുദായത്തിനുള്ള അവാന്തര വിഭാഗങ്ങൾ, അവർ തമ്മിലുള്ള തർക്കങ്ങൾ, അത് ലീഗിനെ ബാധിക്കാറുണ്ടോ? ശരി,
ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമുദായ ഐക്യമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ അവാന്തര വിഭാഗം തമ്മിലുള്ള തർക്കം സ്വാഭാവികമായിട്ടും ലീഗിനും അത് പ്രയാസം ഉണ്ടാക്കാറുണ്ട്. കാരണം മുസ്ലിം സമുദായത്തിൽ നമ്മുടെ ഐക്യം ഒരു ഭാഗത്ത് പറയുമ്പോൾ വേറെ ഭാഗത്ത് ഇങ്ങനെ ചിത്രത്തിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമുക്കൊക്കെ അതിൽ വേദനയുണ്ട്. പക്ഷേ കഴിയുന്ന അത്ര അതൊക്കെ പരിഹരിക്കാനും മുസ്ലിം ലീഗ് മുന്നോട്ട് വരാറുണ്ട്. ഏത് അവാന്തര വിഭാഗത്തിൻ്റെ പ്രശ്നമായാലും അവർ ഞങ്ങളുടെ നേതാക്കളെ സമീപിക്കാറുണ്ട്, ചർച്ചകൾക്കൊക്കെ അവർ കൂട്ടാറുണ്ട്. അപ്പോൾ അവർക്കിടയിലും ഐക്യമുണ്ടാക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് എന്താണോ ചെയ്യാൻ പറ്റുക ചെയ്യാറുണ്ട്. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് താങ്കൾ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, അതേപോലെ തന്നെ സമസ്ത പോലൊരു ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടന അധ്യക്ഷനാണ്. ഇങ്ങനെ അതൊരു ഡിലേമയായിട്ട് ഒരു കൺഫ്യൂഷനായി നിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് സുന്നി വിഭാഗത്തെ അവരുടെ നേതൃത്വം കൊടുക്കേണ്ടി വരുന്നു, മറ്റൊരു ഭാഗത്തെ എല്ലാ മുസ്ലിം സമുദായത്തെയും ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നു. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഇല്ല, ഉണ്ടാക്കുന്നില്ല. കാരണം അത് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഇതെല്ലാം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കറിയാം ഞങ്ങളുടെ പൊസിഷൻ എന്താണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ബാക്കിയുള്ള സംഘടന. അപ്പോൾ ഞങ്ങളിപ്പോൾ സമസ്തയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അത് നമ്മുടെ മറ്റ് ഇതര മുജാഹിദ് വിഭാഗത്തിനാകട്ടെ മറ്റിതര വിഭാഗങ്ങൾ അവരൊക്കെ അത് അംഗീകരിക്കുന്നുണ്ട്. കാരണം അത് പരമ്പരാഗതമായി തുടർന്ന് വരുന്ന ഒന്നാണല്ലോ. അപ്പോൾ അതൊരു കൺക്ലൂഷൻ ഉണ്ടാക്കാറില്ല, അതിൽ പ്രശ്നമൊന്നും ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ സുന്നി നേതാവെന്ന രീതിയിൽ അവരുടെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വരും. പക്ഷേ മുസ്ലിം ലീഗ് നേതാവെന്ന രീതിയിൽ മറ്റ് അവാന്തര വിഭാഗങ്ങളുടെ, ഇപ്പോൾ മുജാഹിദ് വിഭാഗങ്ങളുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വരും. അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ദൗത്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുമതലയാണ്. അത് നിർവഹിക്കുമ്പോൾ മറ്റേ പുറത്തുനിന്ന് അതൊരു അസ്വാരസ്യത്തിൻ്റെ ശബ്ദമായിട്ട് വരാൻ പാടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഞങ്ങൾ പരമാവധി പരിപാടികളൊക്കെ സംബന്ധിക്കാറുണ്ടല്ലോ. അവരുടെ പരിപാടികൾ സംബന്ധിക്കാറുണ്ട്, സമസ്തയുടെ പരിപാടികൾ സംബന്ധിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വിളിക്കുന്ന പരിപാടികൾക്ക് അവരും വരാറുണ്ട്. മുസ്ലിം ലീഗ് സൗഹൃദ വേദി സംഘടിപ്പിക്കുമ്പോൾ എല്ലാ വിഭാഗത്തെയും വിളിക്കാറുണ്ട്. അതിൽ സമസ്തയും പങ്കെടുക്കും, ഇതര മറ്റ് സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. അതിലൊന്നും ഒരു കൺഫ്യൂഷൻ ഇല്ല. ഒരു ആരോപണമായിട്ടൊക്കെ എപ്പോഴും ഉന്നയിക്കപ്പെടാറുള്ളത് ഒരു മുജാഹിദ് വിഭാഗത്തോടൊരു കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്കൊരു സ്വീകാര്യത ലീഗ് വഴി കിട്ടുന്നു എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ ഓരോരുത്തർ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്നതാണ്. സമസ്തയുടെ നയമല്ല. സമസ്തയിൽ തന്നെ പ്രത്യേക താല്പര്യക്കാർ പറയുന്നത് അത് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായം പറയാണ്. അതായത് സംസ്ഥയുടെ പ്രവർത്തകന്മാർ പറയുമ്പോൾ അത് സംസ്ഥയുടേതാക്കി നിങ്ങൾ മാധ്യമങ്ങൾ ചിത്രീകരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ സംസ്ഥയുടെ ഔദ്യോഗിക അഭിപ്രായമായിട്ടല്ല അതൊന്നും വരാറുള്ളത്. സംസ്ഥയുടെ അഭിപ്രായമായിട്ടല്ല. ഇപ്പോൾ സംസ്ഥയുടെ പ്രസിഡന്റ് ആരെ ഞങ്ങൾക്ക് അവിടെ എല്ലാം പോകേണ്ടി വരും. ഞങ്ങളിവിടെ മൊത്തത്തിൽ എല്ലാവരുടെയും ആളുകളാണ്. ആ നിലക്കൊക്കെയാണ് ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറ്. ഇപ്പോൾ ഈ സംസ്ഥയുടെ സമ്മേളനം കാലഘട്ടത്തിൽ താങ്കൾ ഉദ്ഘാടന വേദിയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിവാദം ഉണ്ടായി. പിന്നീട് അത് താങ്കൾ മലബാറിലേക്ക് എത്തിയപ്പോഴാണ് പങ്കെടുത്തത്. അതൊക്കെ ഈ പറയുന്ന ഒരു സമസ്തയുമായുള്ള അകൽച്ചയ്ക്കൊരു അല്ല, ഞാൻ ആദ്യം എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ അന്ന് ആ ദിവസം മറ്റൊരു പരിപാടി നിർബന്ധമായി പങ്കെടുക്കേണ്ടതായ പരിപാടി ഏറ്റുപോയിരുന്നു. അപ്പോൾ അത് കന്യാകുമാരി വെച്ചാൽ രണ്ടും കൂടി ഓടി എത്തൂലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ആദ്യം ഞാൻ പറഞ്ഞാണ് അന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. മലപ്പുറത്ത് വരുമ്പോൾ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. മലപ്പുറത്ത് വന്നപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു വിവാദമായിട്ട് അന്ന് പറഞ്ഞു കേട്ടത് പതാക കൈമാറ്റം പണക്കാട്ട് നടത്താൻ പറഞ്ഞിരുന്നു, ഉറപ്പ് കിട്ടിയിരുന്നു. പിന്നീട് അത് പെട്ടെന്ന് അലിക്കുട്ടി മുസ്ലിയാരുടെ വീട്ടിലേക്ക് മാറ്റി. അതിലൊക്കെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അതിനൊന്നും ഞങ്ങൾ പരാതി ഉന്നയിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഓരോരുത്തർ പിന്നെ ഓരോന്ന് പല വ്യാഖ്യാനങ്ങൾ വരുന്നതാണ്. അല്ല, ആദ്യം ഇവിടെ തീരുമാനിച്ചിരുന്നു ഇവിടെ വന്നാൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ല, അതെ, അതുകൊണ്ടാണ് അങ്ങോട്ട് മാറിയത്. ഓക്കെ, ഇനി നമ്മൾ ഭരണത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ UDF ഒരു നേതൃത്വം വേണമല്ലോ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് UDF നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി ഇലക്ഷനിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് നയിക്കുമായിരിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി പദം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു കൺഫ്യൂഷനായി ഇപ്പോഴും കോൺഗ്രസിനകത്ത് നിൽക്കുന്നുണ്ട്. ലീഗ് കുറച്ച് ചെന്നിത്തലയോടൊക്കെ ഒരു സ്നേഹം കാണിക്കുന്ന സ്വഭാവത്തിലാണ് എന്ന് പൊതുവെ പറയപ്പെടുന്നു. ലീഗിനെ സംബന്ധിച്ചിപ്പോൾ അടുത്ത ഇലക്ഷനിൽ നമ്മൾ UDF അധികാരത്തിൽ ഏറ്റുക എന്നുള്ളതാണല്ലോ. അതിനാണ് ലീഗ് മുൻതൂക്കം കൊടുക്കുന്നത്. മുൻപന്തിയിൽ ഞങ്ങളുടെ പ്രയോറിറ്റി അതിനാണ്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിന് നല്ലൊരു നേതൃത്വം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ നേതൃത്വത്തിന് കീഴിലാണ് ത്രിതല പഞ്ചായത്തിൽ നല്ലൊരു വിജയം നമുക്ക് നേടുവാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റും. പിന്നെ നേതാവ് ആരാണ് എന്ന് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. അത് അവർ സമയത്ത് ആകുമ്പോൾ തീരുമാനിക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അതൃപ്തിയുണ്ട്? പ്രതിപക്ഷ നേതാവ് വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം വിശ്രമലേശമന്യേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭയിലും അവതരിപ്പിക്കുന്നു. സമൂഹത്തിന് മുമ്പിലും അദ്ദേഹം കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് വിമർശിക്കേണ്ടത് വിമർശിക്കും. ഈ തിരുത്താനുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഗവൺമെൻറ് തിരുത്താൻ പറയും. ആ കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആവാൻ സർവാത്മന യോഗ്യതയുള്ള ഒരാളാണ്.
കോൺഗ്രസ്സിൽ ഒരുപാട് പേരുണ്ട് നേതാക്കന്മാരുണ്ട്, അത് അവർ തീരുമാനിക്കും. സീനിയറായ ആൾക്കാർ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലൊക്കെ ഉണ്ട്. കോൺഗ്രസിന് പ്രാപ്തമായ ഹൈക്കമാൻഡ് ഉണ്ടല്ലോ, ലീഗിനൊരു അഭിപ്രായം ഉണ്ടാവില്ല, അതപ്പോൾ പറയാന്നുള്ളതാണ്. ഹൈക്കമാൻഡ് അതിലൊക്കെ പ്രാപ്തമാണ്, അതിൽ തീരുമാനിക്കും, അവർ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത് ഈ MP-മാർ, നിലവിൽ MP-മാരായിട്ടുള്ള നല്ല നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ നിയമസഭയിൽ കൂടി മത്സരിച്ച ജയസാധ്യതയുള്ള ചില ആൾക്കാർ അങ്ങനെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് പല പാർട്ടികളും അങ്ങനെ പരീക്ഷിക്കാറുണ്ടല്ലോ, കോൺഗ്രസ് മാത്രമല്ല, ഇപ്പോൾ ഇടതുപക്ഷവും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഇവിടെ നല്ല നിലക്ക് മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനെ പിടിച്ച് MP ആക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയല്ലോ. എന്നതുപോലെ ഓരോ പാർട്ടി അങ്ങനെ പരീക്ഷണം നടത്തുന്നുണ്ട്, അത് പാർട്ടികളുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയാലും കുഴപ്പമില്ല. ഈ തുടർഭരണം, ഇപ്പോൾ തുടർഭരണം എന്നുള്ളത് അവർ വലിയ മുദ്രാവാക്യമായി LDF ഉയർത്തി കാണിച്ചിരുന്നു. ഇപ്പോൾ ആ LDFന് ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് UDFനുള്ള ഏറ്റവും വലിയൊരു ആത്മധൈര്യം. അതാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവികാരം. അതിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും, അത് നിലനിൽക്കും. ആ ഒരു UDFന് അനുകൂലമായിട്ടുള്ള ജനമനസ്സ് ഇവിടെയുണ്ട്. അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഫലമാണ്. അത് തീർച്ചയായും ഇവിടെ നിലനിൽക്കും. അത് മുഖ്യമന്ത്രിയോട് മാത്രമുള്ളൊരു എതിർപ്പായി മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ആ ഒരു നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഇല്ലാതാവും, അങ്ങനെയുണ്ടോ? അല്ലെങ്കിൽ സർക്കാരിനോട് മൊത്തത്തിലുള്ളൊരു വികാരമായിട്ടാണ് കണക്കാക്കുന്നത്? അത് സർക്കാരിൻ്റെ എല്ലാ മേഖലകളിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല വീഴ്ചകളുമുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കുന്നു. അത് ഏതെങ്കിലും ഒരു വകുപ്പിൽ മാത്രമല്ലല്ലോ, ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പ് തലങ്ങൾ പരിശോധിച്ചാലും അവിടെയൊക്കെ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വികാരമാണ്, ഇതൊരു വികാരമാണ് ഇവിടെ ഉള്ളത്. ഈ വെള്ളാപ്പള്ളിയെ പൊതുവെ LDF ഇന്നലെയൊക്കെ CPM സംസ്ഥാന സെക്രട്ടറിയൊക്കെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഇവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പോകുന്നൊരു നിലപാടെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ വേറൊരു വേർഷനായിരിക്കും. അതായത് ഒരു ഭൂരിപക്ഷ ഏകീകരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും. അതിന് ഏറ്റവും പ്രധാനമായിട്ടും അവർ ആക്ഷേപം ഉന്നയിക്കാൻ പോകുന്നത് ലീഗിനെതിരായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലീഗ് ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവും, ലീഗിൻ്റെ 5 മന്ത്രിമാരുണ്ടാവും, കംപ്ലീറ്റ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ആയിരിക്കും ഈ സർക്കാരിനെ നിയന്ത്രിക്കുക എന്നുള്ളതായിരിക്കും. ഇതായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ ഒരു പ്രചരണ ആയുധം എന്ന് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ അവർ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് അവരുടെയൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരം അവരുടെ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് തന്നെ എതിരായിട്ടുള്ള കാര്യങ്ങളാണത്. ഇപ്പം CPM ഒക്കെ ഇത്ര കാലം പറയുന്നതാണ് ന്യൂനപക്ഷങ്ങളെയും സഹായിക്കണം എന്നുള്ള നിലപാടാണ് അവർ പറയുന്നത്. ഇതിപ്പോൾ മാറ്റി നിർത്തി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇതുപോലെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെയാണ് അവർ മനസ്സിലാക്കേണ്ടത്. അത് ഉണ്ടാക്കാവുന്ന ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അവർ അത് ചെയ്യുന്നത്. പക്ഷേ അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന അകൽച്ചയും വിദ്വേഷവും ജനങ്ങളുണ്ടാക്കുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും. അതൊക്കെ അവർ മനസ്സിലാക്കണം. ഒരു ഉപമുഖ്യമന്ത്രി പദവും 5 മന്ത്രിയും 5 മന്ത്രിമാരുമൊക്കെ ലീഗിൻ്റെ ആവശ്യത്തിൽ പെടുമോ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കിപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. CH മാത്രമാണ് ലീഗിനൊരു മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങോട്ടൊരു പാരമ്പര്യം അതുണ്ടായിട്ടില്ല. അതൊക്കെ ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഓരോ സമയത്തിൻ്റെയും ആ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പദമൊന്നും വേണ്ട, അവിടെ അധികാരത്തിൽ വരും, മന്ത്രിസ്ഥാനം കിട്ടേണ്ടി വരും, ഉപമുഖ്യമന്ത്രിയും വേണ്ട. ഈ PV അൻവർ ഇപ്പോൾ മുന്നണിയിലേക്ക് വന്നു. PV അൻവറിന് ഒരു സീറ്റ് കൊടുക്കണമല്ലോ. പല സീറ്റുകൾ PV അൻവറിന് പറയുന്നുണ്ട്. പക്ഷേ കേൾക്കുന്നതൊക്കെ കോൺഗ്രസിൻ്റെ സീറ്റുകളാണ്. അതെങ്ങനെ കൊടുക്കാനാണ്? കോൺഗ്രസ് സറണ്ടർ ചെയ്യുകയാണോ അല്ലെങ്കിൽ ലീഗ് ആണ് കൂടുതലായി PV അൻവറിനെ മുന്നണിയിലെടുക്കാൻ താല്പര്യം കാണിച്ചെന്ന് പറയുന്നു? അപ്പോൾ അങ്ങനെയായിരിക്കും കൊടുക്കുക? അല്ല, PV അൻവർ മുന്നണിയിലേക്ക് വരുമ്പോൾ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുമല്ലോ. അത് അപ്പുറത്തതിന് പ്രാധാന്യമൊന്നുമില്ല. അത് ഏത് പാർട്ടി മത്സരിച്ച് ചിലപ്പോൾ ലീഗ് മത്സരിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ മുമ്പൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. മുന്നണിയുടെ താല്പര്യത്തിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അവസാനമായി ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ട് അത് പറയാൻ പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയും UDFും തമ്മിൽ ബാന്ധവം ഉണ്ടാകുന്നു, വെൽഫെയർ പാർട്ടി ധാരണയുണ്ടാകുന്നു. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ല എന്നുള്ള റിസൾട്ട് നമുക്ക് സൂചിപ്പിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ആശങ്കയുണ്ട്? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അത് ചിലപ്പോൾ ആവർത്തിക്കുമായിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് മറ്റു ഒന്നും പറയാനില്ലാത്തത് കൊണ്ട്. പക്ഷേ അവരും ഇവരുടെയൊക്കെ വോട്ട് വാങ്ങി ജയിച്ച ചരിത്രമാണ് കേരളത്തിലുള്ളത്. പിന്നെ ഇപ്പോൾ UDF നമ്മൾ നയം മാറ്റിയതല്ല, അവർ മാറ്റിയതാണ്. ആര്? ജമാഅത്തെ ഇസ്ലാമി നയം മാറ്റി. അവർക്ക് UDFനെ വോട്ട് ചെയ്യണം എന്ന് അവരുടെ തീരുമാനമുണ്ടായി. ആ തീരുമാനം അവർ നടപ്പാക്കുന്നു. ആ നയം മാറ്റം ഒരു രാഷ്ട്രീയമായ മാറ്റമാണോ ആശയപരമായ മാറ്റമായിട്ടാണ് നമുക്ക്?
അത് വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റമില്ല, ആശയപരമായി വേറെ കാര്യം. അതും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ആശയം എന്ന് പറയുന്നത് ഇക്കാമത്തുദ്ദീൻ, ദീനിൻ്റെ വ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനോടൊന്നും ലീഗിന് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ആ ഒരു വാദപ്രതിവാദത്തിനോ അല്ലല്ലോ. ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടിയാണ്. അപ്പോൾ അവർ അവരുടെ നിലപാടനുസരിച്ച് വോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ലീഗ് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ വെച്ചുകൊണ്ട് CPM പറയുന്നത് ലീഗ് കുറച്ചുകൂടി വർഗീയമായ ആളെ കൂട്ടാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ലീഗിന് വോട്ട് ചെയ്താൽ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും പുണ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ലീഗിന് വോട്ട് ചെയ്യണം, ആ രീതിയിലൊക്കെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വർഗീയമായി ആളെ കൂട്ടാനുള്ള ശ്രമം ലീഗിൻ്റെ ഭാഗത്ത് ബോധപൂർവ്വം ഉണ്ടാവുന്നുണ്ട്. ലീഗിൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ചില പ്രസംഗങ്ങളിലൊക്കെ ചില നേതാക്കന്മാരൊക്കെ ഇപ്പോൾ കണ്ണൂരിൽ പ്രസംഗങ്ങളിലൊക്കെ ആൾക്കാർ പറയുന്നു നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ലീഗിന് വോട്ട് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ലീഗിന് വോട്ട് ചെയ്താൽ അത് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലേക്കുള്ള പുണ്യം കൂടിയാണ്. അങ്ങനെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ വർഗീയമായി ആളെ കൂട്ടാനുള്ളൊരു ശ്രമം, അതൊക്കെ ചില നേതാക്കൾ പ്രസംഗത്തിൻ്റെ ഒരു ആവേശത്തിന് വേണ്ടി പറയുന്നതാണ്. അത് ലീഗുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ലീഗിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള നീക്കമല്ല, ആഖിറത്തിലേക്ക് ആളുണ്ടാക്കാനല്ല ലീഗ് ഭരണഘടന പറയുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് എങ്ങനെ പുരോഗതി പ്രാപിക്കാൻ കഴിയും, ആ കാര്യങ്ങളാണ് ലീഗ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റൊക്കെ തിരഞ്ഞെടുത്തും ആ രീതിയിൽ തന്നെയാണ്. യെസ്, അത് അതാ പറഞ്ഞത്. രാജ്യം ഇന്ന് ആഗ്രഹിക്കുന്നത് ഒരു ദളിത് ന്യൂനപക്ഷ പിന്നോക്ക സംവിധാനമാണ്. രാജ്യം വർഗീയ ഫാസിസത്തിനെതിരെ ജനാധിപത്യപരമായിട്ട് ഇപ്പോൾ നമുക്ക് മുന്നേറണമെങ്കിൽ ഒരു ദളിത് ന്യൂനപക്ഷ പിന്നോക്ക ഐക്യം ഇവിടെ നിലവിൽ വരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഒരു ജനറൽ സീറ്റിൽ തന്നെ ആ ഒരു പിന്നോക്ക സമൂഹത്തിൽപ്പെട്ട SC വിജയിച്ച അഡ്വക്കേറ്റ് സ്മിജിയെ നമ്മൾ വൈസ് പ്രസിഡൻ്റാക്കിയത്. സ്ഥാനാർത്ഥി നിർണയം എന്ന് പൂർത്തിയാവും ലീഗിൽ? എല്ലാം ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. എല്ലാം വേഗത്തിൽ പൂർത്തിയാക്കിയാൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ ഗോതയിലേക്ക് ഇറങ്ങാം. എപ്പോഴും UDF-നെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ആ രീതിയിലേക്ക് വരില്ല. കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ തന്നെ 10-ാം തീയതിക്കുള്ളിൽ തന്നെ ആൾക്ക് തീർക്കും എന്ന് തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയം അതിനുശേഷം ആ ധാരണയിലൊക്കെ അതിൻ്റെ ശേഷമായിരിക്കുമല്ലോ സ്ഥാനാർത്ഥിനുണ്ടായത്. അത് പിന്നെ ഓരോ പാർട്ടികൾ തീരുമാനിക്കുന്നില്ലേ സ്ഥാനാർത്ഥികൾ. പൂർണ്ണമായ വിജയപ്രതീക്ഷയിലാണുള്ളത്. തീർച്ചയായിട്ടും 3 മാസം സമയമുണ്ട്. എന്ത് മാറ്റവും സംഭവിക്കാം, രാഷ്ട്രീയമായ എന്ത് മാറ്റവും സംഭവിക്കാവുന്നൊരു കാലയളവ് അവിടെ ഉണ്ട്. ഇല്ല, കാലാവസ്ഥ ഇതുപോലെ തന്നെ തുടരും എന്നാണ് തോന്നുന്നത്. രാഷ്ട്രീയ കാലാവസ്ഥ മറ്റേ ചൂടായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോഴത്തെ മിതശീതോഷ്ണ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ്. UDF അധികാരത്തിൽ അതെ UDF അധികാരത്തിൽ